കരങ്ങൾ ഉയർത്തി നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു സംശയമില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കും. കർത്താവിൻ്റെ ശക്തി കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഉറപ്പ് വരുത്തുന്നൊരു കാര്യമാണ്, കർത്താവിൻ്റെ പ്രസൻസ് എന്നോട് കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രസൻസ് എന്നോട് കൂടെ ഉണ്ട്. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും സ്നേഹം ശാശ്വതമല്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും കൂട്ടുകെട്ട് ശാശ്വതമല്ല. ഈ ലോകത്തിലും സ്വർഗത്തിലും നമുക്ക് ശാശ്വതമായി ഒന്നുണ്ടെന്ന് പറയണമെങ്കിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രം ആണ്. കർത്താവിൻ്റെ പ്രസൻസ് മാത്രം ആണ്. അത് തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ മാത്രം ഒരു ആമേൻ പറഞ്ഞേ. യെസ്, ആമേൻ, പ്രൈസ് ടു ജീസസ്. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കൾ ഒരു ആമേൻ താഴെ ടൈപ്പ് ചെയ്തിട്ടെ. ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ പ്രസൻസ് ആണ് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളവർ ഒരാമേൻ ടൈപ്പ് ചെയ്തേ. പ്രൈസ് ടു ജീസസ്. നിങ്ങളുടെ അനുസരണത്തിനായി, നിങ്ങളുടെ പ്രതികരണങ്ങൾക്കായി, നിങ്ങളുടെ പ്രതികരണ മനോഭാവത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ലിസൺ മീ, ഞാൻ എൻ്റെ കൂടെ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് എൻ്റെ ഓരോ ചലനങ്ങളും, എൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും, എൻ്റെ ഓരോ അവസ്ഥകളും കർത്താവ് വീക്ഷിക്കുന്നു. ഓക്കെ, കർത്താവ് വീക്ഷിക്കുന്നു. വീക്ഷിക്കുന്ന ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്തായിരിക്കും? ഒബ്വിയസ്ലി ഞാൻ വളരണമെന്നുള്ളതാണ്, ഞാൻ വർദ്ധിക്കണമെന്നുള്ളതാണ്, ഞാൻ ഉയരണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹം എന്താണ്? മക്കളായ നമ്മൾ ഓരോരുത്തരും വളരണം. നീ ഇത്രയൊക്കെ വളർന്നാൽ മതി, അറ്റ്ലീസ്റ്റ് നീ ഇവിടെ വരെയെങ്കിലും എത്തിയാൽ മതി. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരപ്പനും അമ്മയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പനും അമ്മയുമാണോ മക്കളെ എത്രത്തോളം ഉയരത്തിലെത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഉയരത്തിലെത്തിക്കണമെന്നും, മക്കൾ എത്രയും ഉയരത്തിലായി കാണാൻ പറ്റുമോ അത്രയും ഉയരങ്ങളിൽ അവരെത്തണമെന്നാണ് ഒരപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹം. അതുപോലെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ആഗ്രഹവും മനുഷ്യൻ വർദ്ധിക്കണം, മനുഷ്യൻ്റെ ജീവിതത്തിൽ വർധനവ് ഉണ്ടാകണം, മനുഷ്യൻ വർദ്ധിച്ച് 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 വരണം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സന്താന പുഷ്ടിയുള്ളവനായി വളരണം, വർദ്ധിക്കണം എന്ന് അനുഗ്രഹിച്ച ദൈവത്തെ കാണാൻ കഴിയും. എന്നാൽ മനുഷ്യനെ സന്താന പുഷ്ടിയുള്ളവനായി വളർന്ന് കാണുവാൻ ദൈവം ആഗ്രഹിച്ചതുപോലെ തന്നെ ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളിലും മനുഷ്യൻ വർദ്ധിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 8-9 വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വാക്യം കാണാൻ പറ്റും. ക്രിസ്തു യേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. പൗലോസ് എന്ന മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിക്കും ദൈവം സാക്ഷി എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭയപ്പെടണം. പൗലോസ് എന്ന മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിക്കും ദൈവം സാക്ഷി. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ കണ്ടുകൊണ്ടും ദൈവം കാണുന്നു, ഞാൻ ഈ ചെയ്യുന്നത് ദൈവം കാണട്ടെ, ഇങ്ങനെയൊന്നും വിചാരിച്ചല്ല പൗലോസ് ഒന്നും ചെയ്യുന്നത്. പൗലോസ് തൻ്റെ മേലിട്ടിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു. പൗലോസ് തൻ്റെ മേലിട്ടിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേലിട്ടിരിക്കുന്ന ശുശ്രൂഷ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ
എനിക്കൊരിക്കലും പൗലോസിനെ ഉപമിക്കാൻ പറ്റത്തില്ല. പൗലോസ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നു എന്ന് പറയാനൊക്കത്തില്ല. ഞാൻ ആ തലം വരെ കയറി പറഞ്ഞതല്ല. ഇപ്പൊ ഞാൻ യേശു കർത്താവിനെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടോണ്ടല്ല, പക്ഷെ എൻ്റെ സ്പിരിറ്റിൽ ഞാൻ അറിയുന്നു ഞാൻ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റി ഈസ് ഒബ്സർവിങ്. കർത്താവ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഇതിനകത്ത് ചില ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കും. ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ ചില ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കും. ആമേൻ. ഓക്കെ, ഞാൻ വീണ്ടും ആ പോയിന്റിലേക്ക് വരട്ടെ. നമ്മൾ അവിടെ നിന്ന് കട്ടാകണ്ട. പൗലോസ് പറയുന്നത്, ഫിലിപ്പിനോട് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ദൈവം സാക്ഷി നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ അപ്രൂവ് ചെയ്യുന്ന ഒരു തലത്തിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എൻ്റെ മിനിസ്ട്രിയെ ദൈവം വാച്ച് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഓരോ ദിവസത്തെ പ്രവൃത്തികളെയും ദൈവം വാച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പുറത്തുനിന്നൊരു മനുഷ്യരെ കൊണ്ടുവന്ന് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിങ്ങളെ കാണാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് പോലും ദൈവം സാക്ഷി. പൗലോസിന്റെ മിനിസ്ട്രിയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത്. കേവലം പ്രസംഗിക്കുമ്പോൾ ദൈവം ഇറങ്ങുന്ന ഒരു മിനിസ്ട്രി അല്ല പൗലോസിൻ്റെത്. കേവലം നടക്കുമ്പോൾ ഒരു രോഗി വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ 10 മിനിറ്റ് സ്തോത്രം പറഞ്ഞ് ദൈവസാന്നിധ്യം ഇറങ്ങി പരിശുദ്ധാത്മാവ് വന്നു എന്നറിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നിന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു പറയുന്ന ആ ഒരു തലത്തിലെ മിനിസ്ട്രിയും അല്ല പൗലോസിൻ്റെത്. പൗലോസിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യം പോലും സ്വർഗം നോട്ടീസ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്ന മിനിസ്ട്രി. നിങ്ങൾക്ക് മനസ്സിലായോ അതിന്റെ ആഴം? ഞാൻ വായ തുറന്ന് ഉച്ചത്തിൽ പറഞ്ഞ് പിശാചിനെ ശാസിച്ച് എല്ലാം ശാസിച്ച് എടുത്ത് ഒരുവിധമൊക്കെ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടുവരുന്ന മിനിസ്ട്രിയെ കുറിച്ചല്ല ഈ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ ഉള്ളിൽ ആഗ്രഹിക്കുന്നതിനെ തിരിച്ചറിഞ്ഞിട്ട് അത് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം തന്ന മിനിസ്ട്രി. ഇതാണ് റിയലായിട്ട് ദൈവം നൽകുന്ന മിനിസ്ട്രി. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ സൈലന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സൈലന്റ് ആയിട്ട്. പ്രൈസ് ടു ജീസസ്. ദൈവം നൽകുന്ന മിനിസ്ട്രിക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. ദൈവം നൽകുന്ന മിനിസ്ട്രിക്കും ദൈവം നടത്തുന്ന മിനിസ്ട്രിക്കും ഭയങ്കര പ്രത്യേകതയുണ്ട്. ഉണ്ട്. ദൈവം ലീഡ് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തു യേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു. അവിടെ ഞാനൊന്ന് നിൽക്കുകയാണ്. എൻ്റെ ഉള്ളത്തിൻ്റെ ആഗ്രഹം പോലെ ചെയ്തു തരുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്കിൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്കും കൂടി വിശ്വാസമില്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചായിരുന്നു, പാസ്റ്റർ ഇതുവരെ നടന്നിട്ടൊന്നും ഇല്ല എന്ന് നിങ്ങൾ എന്നോട് തർക്കിക്കുവോ? എന്നാലില്ല. നോക്കിക്കേ, ഞാൻ എത്ര വാഞ്ചിക്കുന്നു. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ കൂടെ ഉണ്ട്. ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ട്, ഈ എഫഥായുടെ കൂട്ടായ്മയ്ക്കകത്തുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിനകത്ത് കർത്താവ് തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ദൈവത്തെക്കുറിച്ച് പറയാൻ എനിക്ക് അവസരം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്ന
വ്യക്തികൾ ഈ കൂട്ടായ്മയിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഒരു മനുഷ്യർക്കും അതറിയത്തില്ല, ഒരു മനുഷ്യർക്കും അതിനെക്കുറിച്ച് നിങ്ങൾ അറിവ് കൊടുത്തിട്ടുമില്ല. പക്ഷെ വചനം പറയുന്നു, നിങ്ങൾ വാഞ്ചിക്കുന്നതിന് ദൈവം സാക്ഷി. അല്ല, എനിക്ക് ആര് വേണം? എൻ്റെ മിനിസ്ട്രിയെ ദൈവം ഓക്കെ പറഞ്ഞാൽ, എൻ്റെ പ്രാർത്ഥനകളെ ദൈവം ഓക്കെ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തെ ദൈവം ഓക്കെ പറഞ്ഞാൽ, എൻ്റെ മനസ്സാക്ഷിയെ ദൈവം അപ്രൂവ് ചെയ്താൽ, എൻ്റെ നിരപരാധിത്വത്തെ കർത്താവ് തിരിച്ചറിഞ്ഞാൽ, എൻ്റെ ആത്മാർത്ഥതയെ ദൈവം തിരിച്ചറിഞ്ഞാൽ, എൻ്റെ ഉള്ളത്തിൻ്റെ ചിന്തകൾ ദൈവം തിരിച്ചറിഞ്ഞാൽ, അതിന് ദൈവം സാക്ഷിയെങ്കിൽ എൻ്റെ ലൈഫ് എത്ര ഫ്രീ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ആകുലതകളിൽ നിന്നും, ആശങ്കകളിൽ നിന്നും, കുറ്റപ്പെടുത്തലുകളിൽ നിന്നും എൻ്റെ മനസ്സ് എത്ര ഫ്രീ ആയിരിക്കും. കാരണം ദൈവമാണ് സാക്ഷി, ദൈവമാണ് സാക്ഷി. എന്തിനാണ് കർത്താവ് സാക്ഷി നിൽക്കുന്നത്? ഞാൻ വർദ്ധിച്ചു വരണം, മറ്റൊരു വ്യക്തിയുടെ വാക്കും നിന്നെ തളർത്താൻ പാടില്ല, മറ്റൊരു വ്യക്തിയുടെ പ്രലോഭനങ്ങളും നിന്നെ സ്വാധീനിക്കാൻ പാടില്ല, മറ്റൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലുവൻസുകൾ നിന്റെ വളർച്ചയ്ക്കല്ലാതെ തളർച്ചയ്ക്ക് ഉതകാൻ ഇടവരരുത് എന്നുള്ള നിർബന്ധത്തോടുകൂടെ അവൻ ഭക്തന്റെ ചുറ്റും പാളയമിറങ്ങി നിൽക്കുന്നു. അവൻ ഭക്തന്റെ ചുറ്റും പാളയമിറങ്ങി നിൽക്കുന്നു. അവൻ ഭക്തന്റെ ചുറ്റും പാളയമിറങ്ങി നിൽക്കുന്നു. ഇന്ന് ദൈവം കൂടെ നിന്ന് ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു. ദൈവം കൂടെ നിന്ന് ചില കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു. ദൈവം കൂടെ നിന്ന് അതത് സമയത്ത് വായിൽ വരേണ്ടത് വെച്ചു കൊടുക്കുന്ന ചില വ്യക്തികൾ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഉണ്ടെന്ന് ദൈവാത്മാവ് എനിക്ക് ബോധ്യം തരുന്നു. ഹല്ലേലൂയ. ദൈവം സാക്ഷി. എന്റെ വാഞ്ചയ്ക്കനുസരിച്ച് പരിശുദ്ധാത്മാവിനെ ആണെങ്കിലും, അഭിഷേകത്തെ ആണെങ്കിലും, വെളിപ്പാടുകളെ ആണെങ്കിലും, അവസരങ്ങളെ ആണെങ്കിലും, ആത്മാക്കളെ ആണെങ്കിലും, വിടുതലുകളെ ആണെങ്കിലും, ഗിഫ്റ്റുകളാണെങ്കിലും, ജ്ഞാനമാണെങ്കിലും അളവ് വെക്കാതെ പകരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. അളവ് വെക്കത്തില്ല സഹോദര. മനുഷ്യൻ അളവ് വെക്കും, സഹോദരി, മനുഷ്യൻ അളവ് വെക്കും. മനുഷ്യൻ എല്ലാത്തിലും ഡിമാൻഡ് ഉണ്ട്, മനുഷ്യന് സകല കാര്യങ്ങളിലും ഡിമാൻഡ് ഉണ്ട്. എന്നാൽ എൻ്റെ ദൈവം അങ്ങനെയല്ല, എൻ്റെ ദൈവം അങ്ങനെയല്ല. ദൈവം സാക്ഷി. ഹേയ്, നിങ്ങളുടെ മിനിസ്ട്രിക്ക് ദൈവം സാക്ഷി നിന്നാൽ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം സാക്ഷി നിന്നാൽ, അതിൻ്റെ അകത്തുള്ള പ്രവർത്തികൾക്ക് വ്യത്യാസമുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കയറി. ഇനി അതിനകത്തുള്ള പ്രവർത്തിക്ക് വ്യത്യാസമുണ്ട്. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. ഞാൻ ഇതിനകത്ത് മെസ്സേജ് പറയാൻ കയറുമ്പോൾ ചില ദിവസം വളരെ ഷൗട്ട് ചെയ്ത്, മീൻസ് കുറച്ച് ഒച്ചത്തിൽ, അതാണ് ഷൗട്ട് ചെയ്യുന്ന ഉദ്ദേശിച്ചത്, ഞാൻ മെസ്സേജ് പറയാറുണ്ട്. അപ്പോഴും ദൈവ സാന്നിധ്യം ചിലർ അനുഭവിക്കും, ചിലർ അനുഭവിക്കത്തേയില്ല. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദം. എന്നാൽ ചില ദിവസം വളരെ കാമായിട്ട് കർത്താവ് തരുന്ന റെവലേഷൻസ് അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. ഞാൻ എല്ലാ ദിവസവും കത്തിക്കുന്ന മെസ്സേജാണ് ഭയങ്കര ദൈവ സാന്നിധ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഒത്തിരി ഒച്ചത്തിൽ പറയുന്ന മെസ്സേജാണ് ഭയങ്കര ദൈവ സാന്നിധ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ അത് ഇഷ്ടപ്പെടും, ദൈവത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ അതിനകത്ത് ചില ദിവസങ്ങളിൽ കത്തിച്ചു പറയുന്ന മെസ്സേജുകൾക്കകത്ത് നമുക്ക് ഒരു സാക്ഷ്യവും വരത്തില്ല, ഒരു ടെസ്റ്റിമണി പോലും വരത്തില്ല. എന്നാൽ വളരെ കാമായിട്ട്, ഡീപ്പായിട്ട് ഏതെങ്കിലും ഒരു റെവലേഷൻ ഞാൻ സംസാരിച്ച് ആമേൻ പറയുന്ന മെസ്സേജിന് പിടുപിടാ 2-3 മെസ്സേജുകൾ കിട്ടും. എന്താണെന്നറിയോ? ഒന്ന്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ കർത്താവ് തൊട്ടു എന്നായിരിക്കും. 2, എൻ്റെ ശരീരത്തിന്മേൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി, എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടില്ല ഞാൻ ഇരുന്നത്, പക്ഷെ ഇപ്പം ഞാൻ ഹീലായി പാസ്റ്റർ എന്നുള്ള മെസ്സേജ് ആയിരിക്കും.
3, ഇന്നത്തെ മെസ്സേജ് എന്നോട് മാത്രമായിരുന്നു എന്നായിരിക്കും. എന്തുകൊണ്ടാ അത്? ഒരുവൻ സാക്ഷി നിൽക്കുന്നുണ്ടാ. ഒരു ദിവസത്തെ പ്രസംഗം ഇരിക്കുന്ന മുഴുവൻ പേരെയും തൊട്ടില്ലെങ്കിലും, ഒരു ദിവസം ഞാൻ ചെയ്യുന്ന മിനിസ്ട്രി ഇരിക്കുന്ന മുഴുവൻ പേർക്കും അതൊരു പ്രയോജനപ്പെട്ടില്ലെങ്കിലും, കർത്താവെ, മുറിവേറ്റിരിക്കുന്ന ഒരു ഹൃദയത്തിനെങ്കിലും അത് ആശ്വാസം പകരണേ, അത് എന്നെ ആയിരിക്കണേ. മനുഷ്യൻ കൈയടിക്കാനല്ല, കർത്താവ് അംഗീകരിക്കാനായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല അതിനകത്ത് കയറുന്നത്. ദൈവം സാക്ഷി നിന്നാ മതി എന്ന് നിർബന്ധമുള്ളവനെ ബ്ലോക്ക് ചെയ്യാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം സാക്ഷി നിന്നാ മതി, ദൈവം സാക്ഷി നിന്നാ മതി. പ്രൈസ് ടു ജീസസ്. ഞാൻ കയറിയ 2ാമത്തെ ഘട്ടത്തിലേക്ക് വരുക. ദൈവം സാക്ഷി നിന്നാൽ, അതാ ഞാൻ ഈ പറഞ്ഞു വന്നേ, ഉള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഡെലിവറൻസുകൾ ഒരു പരമ്പരയായി തുടരും. ഡെലിവറൻസുകൾ പരമ്പരയായി തുടരും. കർത്താവ് സാക്ഷി നിൽക്കുന്ന വാഞ്ചയുള്ള ഒരു ഹൃദയത്തോടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അസാധാരണമായ ഒരു വാഞ്ച കിടക്കുന്നു എന്ന് ഇവിടെ പൗലോസ് പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ എത്ര വാഞ്ചിക്കുന്നു. കാരണം പൗലോസിന് ചിലത് കൈമാറാനുണ്ട് ഈ ജനത്തോട്. അതാണ് ആ വാഞ്ച, അല്ലാതെ വന്ന് ബിരിയാണി കഴിച്ചു പോകാനല്ല. പൗലോസിന് ചിലത് കൈമാറാനുണ്ട്. ഞാനൊരു ദൂത് പറഞ്ഞു വരിക കേട്ടോ. ഞാനൊരു ദൈവിക ആലോചന കൈമാറാനായിട്ട് ഈ പറഞ്ഞു വരുന്നേ. പൗലോസിന് എന്തോ ഒരു വാഞ്ച ഉള്ളിൽ കിടക്കുന്നു. എന്താണത്? എന്റെ കൺമുമ്പിൽ കണ്ടു കിട്ടുന്ന ഈ സഹോദരങ്ങൾക്ക് ചിലത് കൈമാറണം. ഇതുപോലെ ഉള്ളിൽ നിങ്ങൾക്കൊരു വാഞ്ചയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൈമാറാൻ സ്വർഗവും ഇതുപോലെ വാഞ്ചിക്കുന്നു എന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ, അത് വാഞ്ചയോടെ ചോദിച്ചാൽ, ഒരു കുടം വാഞ്ചയോടെ നിന്റെ മേൽ ഒഴുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ജനത്തിന് കുടിപ്പാൻ വെള്ളം വേണം, വെള്ളം വേണമെന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് കൊടുത്തത് ഇതുവരെയും നിലയ്ക്കാത്ത ഒരു വലിയ നദിയാണ്. ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങൾക്കൊരു വാഞ്ചയുണ്ട്, നിങ്ങൾക്കൊരു ദർശനമുണ്ട്, നിങ്ങൾക്കൊരു കൊതിയുണ്ട്, നിങ്ങൾക്കൊരു സമർപ്പണമുണ്ട്, നിങ്ങൾക്കൊരു നേരുണ്ടെന്ന് കർത്താവ് സാക്ഷ്യം പറഞ്ഞാൽ നിന്നിലേക്ക് ദൈവം ഒരു കൈമാറ്റം നടത്തും. നിന്നിലൂടെ അനേകർക്ക് കൈമാറാനുള്ളതായിരിക്കും പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്നത്. എത്ര പേരുണ്ട് ഇതിനകത്ത് ആമേൻ പറയാൻ? ഒരു കൈമാറ്റം ഇതിനകത്ത് ആരുടെയോ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൈമാറ്റം സ്വർഗം ചിലരിടത്തേക്ക് കൊടുത്തുവിടാനുള്ളൊരു കൈമാറ്റം, ചിലരുടെ അരികിലേക്ക് നിന്നെ വിടാനുള്ളൊരു കൈമാറ്റം. നീ വെറുതെ പോയാ പോരാ. കർത്താവ് ആരെയും പോകാൻ പറഞ്ഞപ്പോ വെറുതെ പോകാൻ പറഞ്ഞില്ല. നിന്റെ കയ്യിൽ കൈമുതലായി ചിലത് വേണം സഹോദരി, നിന്റെ കയ്യിൽ കൈമുതലായി ചിലത് വേണം സഹോദര. നിനക്ക് ഏത് ഘട്ടത്തിലും എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഒരു കൈമുതലായി, നിനക്ക് മാനുഷികമല്ലാത്ത ഒന്ന് നിനക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാപിക്കാനേ ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞുള്ളൂ. അതുപോലൊരു കൈമാറ്റം ഇന്നത്തെ ഈ മീറ്റിംഗിൽ സംഭവിക്കുന്നു. Almighty Father, കാര്യന ദൈവം സാക്ഷി നിൽക്കുകയാണ്. ദൈവം സാക്ഷി നിൽക്കുകയാണ്. ദൈവം സാക്ഷി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം സാക്ഷി നിൽക്കുകയാണ്. ശബ്ര ഠല രഗ ഠല ലബ ഠല ഷിയാൻ ഠല. Oh, hallelujah. Thank you for your presence. ഞാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ഇനി എന്തിൽ വർദ്ധിച്ചു വരണമെന്നാ പൗലോസ് പറയുന്നേ? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എത്ര വലിയ കൃപയെന്ന് പറഞ്ഞാലും, എത്ര വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാലും, ഇതൊക്കെ മങ്ങിപ്പോകാൻ അധികം സമയം വേണ്ടെന്ന്
ഞാൻ പലരുടെയും ജീവിതത്തിലെ അനുഭവം കണ്ടിട്ട് ഞാൻ പറയുന്നു. എത്ര ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, അതിനകത്ത് മങ്ങൽ വരാൻ വളരെ ചെറിയ വീഴ്ചകൾ മതി, വളരെ ചെറിയ വീഴ്ചകൾ മതി. കാരണം എനിക്ക് ശുശ്രൂഷ ഉണ്ടാകരുതെന്ന് സാത്താൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. എനിക്കൊരു ശുശ്രൂഷ ഉണ്ടാകണം, ഞാൻ ഗിഫ്റ്റഡ് ആയിരിക്കണം, ദൈവവും അതുപോലെ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് എന്നെ ഈ പറഞ്ഞതുപോലെ ആക്കി തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, എപ്പോഴും എനിക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ നിശ്ചയമായിട്ടുമായി തീരാൻ പറ്റത്തില്ലേ? നോക്കൂ, പ്രസംഗിക്കുന്നതിലല്ല, പാടുന്നതിലല്ല, പ്രാർത്ഥിക്കുന്നതിലുമല്ല, ഞാൻ മേൽക്കുമേൽ ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ പ്രസംഗം കൊണ്ട് നിൽക്കരുത്, പാടുന്നുവെങ്കിൽ പാട്ടുകൊണ്ട് നിൽക്കരുത്, പ്രവചിക്കുന്നുവെങ്കിൽ പ്രവചനം കൊണ്ട് നിൽക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വളർച്ച എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒന്നും വെച്ചുകൊണ്ട് നിൽക്കുന്ന സാധനമല്ല. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ച് കേൾക്കണേ, വളർച്ച എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പ്രസംഗിക്കുന്നു, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതല്ല വളർച്ച എന്ന് പറഞ്ഞാൽ. അതിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കയറണം. നിങ്ങൾ മേൽക്കുമേൽ വർദ്ധിക്കണം. പൗലോസ് ശ്രദ്ധിച്ചിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എന്തിൽ വർദ്ധിക്കണമെന്നാ പറയുന്നേ? സമ്പത്തി വർദ്ധിക്കണമെന്നല്ലല്ലോ ഇവിടെ പറയുന്നേ. വർഷാവർഷം ഇറങ്ങുന്ന ന്യൂ മോഡൽ കാറുകൾ മാറി മാറി വരണമെന്നല്ലല്ലോ പറയുന്നേ. വീടുകൾ മാറി മാറി വരണമെന്നല്ലല്ലോ പറയുന്നത്. എല്ലാം ഇതിന്റെ കൂട്ടത്തിൽ കർത്താവ് തരുന്ന ബ്ലെസ്സിങ്സ് ആണ്, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ്. കർത്താവ് അത് തരട്ടെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധയോടെ കർത്താവ് സാക്ഷി നിൽക്കുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനല്ല, കർത്താവ് വീണ്ടെടുക്കാൻ വന്ന മനുഷ്യന്റെ പ്രവൃത്തിക്ക് ദൈവം സാക്ഷി നിൽക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന തന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യനു മുമ്പിൽ ദൈവം സാക്ഷിയായി നിൽക്കുന്നു. ഗ്ലോറി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഹോളി ഗോസ്റ്റ്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ. നോക്കൂ, ഇതിനകത്ത് അന്യഭാഷയിൽ ഒരേ ഭാഷ തന്നെ 6 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, നിങ്ങളുടെ അന്യഭാഷയിൽ വർധനവ് വരണം, നിങ്ങൾ വാഞ്ചിക്കണം. നമ്പർ 2, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് ആമേൻ പറയാണ്ടി വരുന്നുണ്ടോ? ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, നിങ്ങളിൽ ഒരു വർധനവ് വരട്ടെ. സ്പിരിച്വലി ഞാൻ വളർന്നാലേ, വർദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ മറ്റ് നിലവാരങ്ങളിലുള്ള എൻ്റെ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ സ്നേഹം, അത് സഹോദര സ്നേഹമാകട്ടെ, അത് സഹോദരി സ്നേഹമാകട്ടെ, അത് സഭയോടുള്ള സ്നേഹമാകട്ടെ, ദേശത്തോടുള്ള സ്നേഹമാകട്ടെ, കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹമാകട്ടെ, പാസ്റ്റേഴ്സിനോടുള്ള സ്നേഹമാകട്ടെ, അത് വർദ്ധിച്ചു വരണം. ഡിമാൻഡ് വെക്കരുത്, വർദ്ധിച്ചു വരണം. എങ്ങനെ? പരിജ്ഞാനത്തിൽ അതിനകത്തൊരു വർധനവ് വരണം, സകല വിവേകത്തിലും ഒരു വർധനവ് വരണം. എന്നിട്ടോ
അടുത്ത ഗിഫ്റ്റ് നോക്ക്. എങ്കിലേ ഗിഫ്റ്റ് വർക്കൗട്ട് ആകത്തുള്ളൂ, ആക്ടിവേറ്റ് ആകത്തുള്ളൂ. നിങ്ങൾ ഭേദങ്ങളെ വിവേചിപ്പാറാകണം. എടാ, വിവേചിക്കണമെങ്കിൽ പുസ്തകം വായിച്ചാൽ പറ്റത്തില്ല. ഒരു സ്വത്രം പറഞ്ഞേരെ. വിവേചിച്ച പുസ്തകം വായിച്ച പറ്റത്തില്ല. വിവേചിക്കണമെങ്കിൽ വിവേചിക്കുന്ന ആത്മാവകത്ത് കയറണം. അപ്പൊ ഇതിനകത്ത് സംസാരിക്കുന്നത് ഗിഫ്റ്റിനെ കുറിച്ചാണ്. ഇത് പൗലോസ് സംസാരിക്കുന്നത് ഡീപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് 5 മിനിറ്റ് പൊതിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പൗലോസ് സംസാരിക്കുന്നത്. പ്രൈസ് ടു ജീസസ്. നമ്മളൊക്കെ ഈ ഫാസ്റ്റ് ലൈഫിലാണല്ലോ. പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, സ്പീഡിൽ നടക്കണം കാര്യങ്ങൾ. പക്ഷെ ഇത് അങ്ങനെയൊന്നും എടുത്ത് 5 മിനിറ്റിലോ 1 മിനിറ്റിൽ പൊതിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ക്ഷമയുള്ളവനെ ദൈവരാജ്യത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കത്തുള്ളൂ കേട്ടോ. ക്ഷമയുള്ളവനെ ദൈവരാജ്യത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കത്തുള്ളൂ. ക്ഷമയുള്ളവനെ ദൈവരാജ്യത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കത്തുള്ളൂ. വെപ്രാളം പിടിച്ചവൻ ഒന്നും പ്രാപിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പൗലോസിന് 1 മിനിറ്റിൽ പൊതിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഷോർട്ട് മെസ്സേജ് അല്ല. ഇത് പൗലോസിന് ഓടിച്ചിട്ടങ്ങോട്ട് പറഞ്ഞ് തീയും കൂടെ കയറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിലൊരു വാക്ക് കളയാനില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ. മോനെ, നിനക്ക് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ കലർപ്പില്ലാത്ത സ്നേഹം അനുഭവിച്ചവനായിരിക്കണം. ഞാൻ ഈ നാളുകളിൽ ഇന്നർ ഹീലിംഗിന്റെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതിൽ നിന്ന് വായിക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് നമുക്ക് കിട്ടിയതായിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ വീട്ടില് ഞാൻ പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ വളരെ മോശം ലാംഗ്വേജ് ഉപയോഗിച്ച് പിതാവ് സംസാരിക്കുന്ന മക്കളുണ്ട്. ദേഷ്യം വരുമ്പോൾ പിള്ളേരെ സംബോധന ചെയ്യുന്ന വാക്കൊക്കെ നമുക്ക് പുറത്ത് പറയാൻ മേലാത്ത വാക്കാണ്. അത് കുഞ്ഞ് 4 വയസ്സിലും 5 വയസ്സിലും 6 വയസ്സിലും 7 വയസ്സിലും ഒക്കെ കേട്ട് ഇവൻ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും അങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ സഹപാഠികളെ ദേഷ്യം വരുമ്പം ഇതേ വാക്ക് ഉപയോഗിച്ച് സംബോധന ചെയ്യും സ്കൂളിൽ. പിന്നെ അവൻ കുറച്ചുകൂടെ തലയെടുത്ത് കഴിയുമ്പോൾ അവൻ്റെ വീട്ടിൽ തന്നെ അവൻ്റെ അമ്മയെയും അവൻ്റെ മുത്തശ്ശിയെയും അവൻ്റെ അപ്പനെ തന്നെയും ഇതേ വാക്കുപയോഗിച്ച് ഭാവിയിൽ സംബോധന ചെയ്ത് വിളിക്കും, സംസാരിക്കും ദേഷ്യം വരുമ്പോൾ. വീട്ടിൽ ഒന്നിനും രണ്ടിനും എല്ലാം അടി കൊള്ളുന്ന, എന്തു പറഞ്ഞാലും അടിച്ചുകൊണ്ട് സംസാരിക്കുന്ന, അടി ഏറ്റുവാങ്ങി വളർന്ന മക്കളാണെങ്കിൽ ഭാവിയിൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴും അവർ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ആ പിള്ളേരെയും ഇതുപോലെ അടിച്ചും മുറിവേൽപ്പിച്ചും മാനസിക മുറിവേൽപ്പിച്ചും വളർത്തി ആ പിള്ളേരെ സമൂഹത്തിന് ഫലമില്ലാത്ത ഒരു കുഞ്ഞാക്കി മാറ്റും. അതെന്താ കാര്യം? ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞതാണ്. ആ കുഞ്ഞ് അമ്മ അടിക്കുന്ന അടി അറിഞ്ഞാണ് ആ കുഞ്ഞ് വളർന്നത്, അല്ലെങ്കിൽ അപ്പൻ അടിക്കുന്ന അടി അറിഞ്ഞാ വളർന്നത്. അപ്പൊ ആ കുഞ്ഞിന്റെ വിചാരം അടിക്കുന്നതാണ് ജീവിതം. കുഞ്ഞ് കരഞ്ഞാൽ അടിക്കണം, ദേഷ്യം വന്നാൽ അടിക്കണം. മറ്റേ കുഞ്ഞാണെങ്കിലോ അപ്പൻ ദേഷ്യം വന്നാൽ തെറി പറയുന്നതാ കേട്ടിട്ടുള്ളത്. പിന്നെ ദേഷ്യം വന്ന എന്റെ വായിൽ വരുന്ന ഞാൻ എന്റെ ബോധമനസ്സിലൂടെ എന്റെ അബോധ തലങ്ങളിലേക്ക് ഉപബോധ തലങ്ങളിലേക്ക് എല്ലാം ഈ സാധനം പടർന്ന് പന്തലിച്ച് കിടക്കുന്നേ. അതവിടെ പൂത്തുലഞ്ഞ് കായ്ച്ചു കിടക്കുക. എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഞാൻ തെറി പറഞ്ഞു, ഞാൻ ചീത്ത പറഞ്ഞു, ഞാൻ ഉച്ചരിക്കാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു. കാരണം ഞാൻ അതാ കേട്ട് വളർന്നേക്കുന്നത്. ഞാൻ അറിഞ്ഞതേ സമൂഹത്തിന് കൊടുക്കൂ, ഞാൻ വാങ്ങി പ്രാപിച്ചതേ ഞാൻ സമൂഹത്തിന് കൊടുക്കൂ. അങ്ങനെ ആരെങ്കിലും മാനസിക മുറിവുകൾ ഏറ്റ് ഒത്തിരി കുത്തുവാക്കുകൾ കേൾക്കുന്ന വ്യക്തികൾ ഭാവിയിൽ അവർ മറ്റു വ്യക്തികളെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു അധപ്പതിച്ച അവസ്ഥയിലേക്ക് അവർ പോകും. കാര്യം എന്താ? അവരത് കേട്ടാ ജീവിച്ചേക്കുന്നത്, വളർന്നേക്കുന്നത്. അവരിൽ നിന്ന് അത് പുറത്തേക്ക് തള്ളുകയാണ് ആ മാലിന്യം. എവിടെയെങ്കിലും ഇത് തള്ളണമല്ലോ.
പക്ഷേ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അത് മൊത്തത്തിൽ ആൾ മാറുകയാണ്. കാരണം നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് എന്ന് പറയുമ്പോൾ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ പ്യുവറായിട്ടുള്ള അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. അത് യേശുവിൽ അതിൻ്റെ പൂർണ്ണത കാണാൻ പറ്റും. യേശു കർത്താവിൽ അതിൻ്റെ പൂർണ്ണത കാണാൻ പറ്റും. പരിശുദ്ധാത്മാവുമായി സഹകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ഫുൾനെസ്സിലേക്ക് എത്താൻ പറ്റും. ഓ ഗ്ലോറി ടു ജീസസ്. ഞാൻ പൗലോസിനെ ഒന്നും പറയുന്നില്ല. ഞാൻ സ്തേഫാനോസിന്റെ അടുത്തേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകുന്ന. ആദ്യം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി വട്ടം കൂടി ആള് നിന്നപ്പോ സ്തേഫാനോസ് പറഞ്ഞൊരു വാക്കിതാ: എന്റെ കർത്താവായ യേശുവേ, എന്റെ പ്രാണനെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ പാപം നീ കണക്കിടരുതേ, ഇവരുടെ അകൃത്യം നീ നിലനിർത്തരുതേ എന്ന് പറഞ്ഞതും കല്ലെറിഞ്ഞു കൊന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്നാ യേശു പറഞ്ഞ അതേ ലാംഗ്വേജാ സ്തേഫാനോസ് പറഞ്ഞേ. ഇവരുടെ പാപം നീ, അവരുടെ അകൃത്യം കണക്കിടരുതേ, നീ വെക്കരുതേ എന്നാ സ്തേഫാനോസ് പറഞ്ഞേ. നീ എന്നെ കല്ലെറിഞ്ഞല്ലേടാ, നീയും ഇതുപോലെ ചത്തുപോകും എന്നല്ലേ സാധാരണ മനുഷ്യൻ, ജ്ഞാനമില്ലാത്ത വിവേകമില്ലാത്ത മനുഷ്യൻ പറയത്തുള്ളൂ. നീ ഇങ്ങനെ എന്നെ ചെയ്തല്ലേ, നീ ഇതിനേക്കാൾ കഷ്ടപ്പെട്ടേ മരിക്കത്തുള്ളൂ എന്നല്ലേ പറയത്തുള്ളൂ സാധാരണ ഒരു മനുഷ്യൻ. പക്ഷെ ആത്മനിറവുള്ളവൻ, സ്നേഹം എന്തെന്നറിഞ്ഞവൻ, എറിയുന്നവനെ സഹോദരനായിട്ട് എണ്ണിയവൻ, ആ ഒരു ഫുൾനെസ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം സ്തേഫാനോസിന് അറിയാം, ഈ കൈ പൊക്കുന്നതും ഈ കണ്ണുരുട്ടുന്നതും എടാ വിളിക്കുന്നതും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതൊന്നും ഈ സ്തേഫാനോസ് അറിയാത്തത് കൊണ്ടാണ്. മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതാണ്. മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതാ. മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ട്, അവനെ സ്നേഹിക്കാൻ കഴിയുന്നതാണ് മിനിസ്ട്രി. ഇത് ദൈവത്തിൽ നിന്ന് നമ്മുടെ മേൽ പകരുന്നതൊന്നാണ്. നിങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ആനന്ദകരമായിരിക്കും. നിങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് ദൈവത്തോട് പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വരുന്നതൊന്നും നിങ്ങളെ ഏശത്തില്ല, നിങ്ങളെ ഒന്നും ഡിസ്കറേജ് ചെയ്യത്തില്ല. ആമേൻ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്, നെക്സ്റ്റ് 10ാമത്തെ വാക്യം, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകേണം. വിവേചനത്തിന്റെ വരം. നിങ്ങൾ വിവേചിപ്പാറാകേണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. ശ്രദ്ധിക്കാം, മിനിസ്ട്രിയിൽ ഇടറിപ്പോകുന്ന എത്രയോ പേരുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഇടറിപ്പോകുന്ന എത്രയോ പേരുണ്ട്. തുടക്കത്തിൽ നന്നായി തുടങ്ങിയിട്ട് അവസാനത്തിൽ വളരെ മോശമായ രീതിയിൽ അധപ്പതിച്ചു പോയ എത്രയോ പേരുണ്ട്. ആത്മീയ ജീവിതത്തിൽ വളരെ ശൗര്യത്തോടെ നിന്ന വ്യക്തികൾ വീണുപോയ എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് വീണുപോകുന്നു? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അവർ താഴേക്ക് പോകുന്ന ഒരു വല്ലാത്ത എന്തോ ഒന്ന് അവരുടെ മേൽ കയറുന്നു. എന്തുകൊണ്ട് കയറുന്നു? എന്നിലെ വിവേചനത്തിന്റെ വരം ഡീആക്ടിവേറ്റ് ആയി കിടക്കുന്നു. നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ഈ ലക്ഷണവും കാലവും പ്രവചിക്കാനാണ് വിവേചനത്തിന്റെ വരം. നോ. നിങ്ങൾക്ക് എത്ര പേർക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. നമ്മിൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി പ്രവേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഗ്രഹിക്കാൻ, വിവേചിച്ചറിയാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു നെഗറ്റീവ് ഫോഴ്സ്, ഒരു നെഗറ്റീവ് എനർജി, ഒരു ദുഷ്ടാത്മാവ് അല്ലെങ്കിൽ ഒരു ദുഷ്ടാരൂപി നിങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിങ്ങളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവനിൽ നിന്നുള്ള പദ്ധതിയാണ്, പരിപാടിയാണ്, ഇത് അവന്റെ പരിശ്രമ സമയമാണ് ഇതെന്ന് സ്വന്തം ശരീരത്തിൽ തിരിച്ചറിയുകയും വിവേചിക്കുകയും ചെയ്തിട്ട് അവനെ
ആ പ്രവേശന കവാടത്തിൽ വെച്ച് തന്നെ തകർക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ എ ബ്ലെസ്സഡ് മാൻ. യു ആർ എ ബ്ലെസ്സഡ് മാൻ. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ വിവേചന വരത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. വിവേചിക്കണം. നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയിൽ നിന്ന് പുറത്തള്ളുന്ന ആത്മാവ് ഏതാത്മാവിൽ സംസാരിക്കുന്നു? വിവേചിക്കണം, വിവേചിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ നാളുകളിൽ അതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിവേചിക്കണം. എല്ലാം നിങ്ങളെ വളർത്താനല്ല, എല്ലാം നിങ്ങളെ നിലനിർത്താനല്ല. വിവേചിക്കണം. അതിന് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ മുൻപന്തിയിൽ നിന്നെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ക്രിസ്തു യേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ എത്ര വാഞ്ചിക്കുന്നു എന്നാ പൗലോസ് പറഞ്ഞേ. എന്ത് എനിക്കും നിങ്ങൾക്കും ചെയ്യാനുണ്ടെങ്കിൽ ക്രിസ്തു യേശുവിനെ ചെയ്യാനുള്ളൂ. 10ാമത്തെ വാക്യം, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിവാറാകണം. എത്ര കണ്ണു തുറന്ന് ജീവിച്ചാൽ നമുക്ക് വീഴാതെ ജീവിക്കാൻ പറ്റും? നിങ്ങൾ നോക്കിക്കേ, അത് എഴുതി വെച്ചേക്കുന്നത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ്. നിങ്ങൾ ഭേദങ്ങളെ വിവേചിച്ചറിവാറാകണം. ഈ അവിടെ ഇവിടെ നമ്മൾ ഈ അരമുറി ആശാനും കൊള്ളത്തില്ലെന്നത്, അരമുറി അഭ്യാസം ആശാനും കൊള്ളത്തില്ലെന്ന. നിങ്ങൾ ഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും. ബാക്കി ഞാൻ പിന്നെ വായിക്കാം. Praise to Jesus. Shakatalabakayaba. Shelbrakaibros katalbrahanda. Shabrataskabrokoshatalaba. ഇതൊരു വലിയ ഗിഫ്റ്റിനെ കുറിച്ചാണ് ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ഗിഫ്റ്റ്. നിങ്ങൾ ഈ ഇന്റർനാഷണൽ മിനിസ്ട്രി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര പേർക്ക് അത് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്റർനാഷണൽ മിനിസ്ട്രിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ. പക്ഷെ എങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രി. കാരണം അതൊക്കെ ഒരു പ്രത്യേക ഗിഫ്റ്റഡ് ആണ്. നമുക്ക് എല്ലാം ഒന്നും എടുക്കാനും പറ്റത്തില്ല, അതുകൂടെ പറയണം. എല്ലാം ഒന്നും എടുക്കാനൊക്കത്തില്ല, പക്ഷെ എടുക്കാൻ പറ്റുന്ന ഒത്തിരിയും കാര്യമുണ്ട്. നമ്മൾ ഇച്ചിരി എന്തെങ്കിലും കണ്ടാൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് കൊള്ളത്തില്ല എന്ന് പറയുന്ന ആളാണല്ലോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അവിടുത്തെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഡിമൺ പൊസസ്ഡ് ആകുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്ത്, നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ദൈവദാസനാണെങ്കിൽ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്ത് അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മനസ്സിലാക്കി കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തിയെ ഡെലിവർ ചെയ്തേ പുറത്തേക്ക് വിടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെ കാര്യമല്ല, ഞാൻ കാണുന്ന ചില വീഡിയോസിൽ കണ്ട കാര്യം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ആ സ്പിരിറ്റിന്റെ ഉത്ഭവ സ്ഥലം, അത് കയറിയ ദിവസം, അത് അദ്ദേഹത്തെ സ്വാധീനിച്ച മേഖലകൾ, അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ കാര്യങ്ങൾ, ആ സ്പിരിറ്റിന്റെ ഇന്റൻഷൻ, ഇതെല്ലാം മനസ്സിലാക്കി അവസാന അടിവേരോടെ അങ്ങ് കട്ട് ചെയ്ത് ആ വ്യക്തിയെ സ്വതന്ത്രമാക്കും. ഭേദങ്ങളെ വിവേചിച്ചറിവാറാകണം. ഭേദങ്ങളെ. സഹോദര, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പിന്നീട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഭേദങ്ങളെ വിവേചിപ്പാറാകണം. നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പലർക്കും ഉപകരിച്ചുകൊണ്ടും ഇരുന്നൊരു വ്യക്തിയാണ്. പെട്ടെന്ന് അതിൻ്റെ മേലൊരു മങ്ങലേൽക്കുന്നുവെങ്കിൽ നീ ഭേദങ്ങളെ വിവേചിപ്പാറാകണം. നല്ല ബന്ധത്തിലിരുന്ന വ്യക്തികൾ പെട്ടെന്ന് ശത്രുസ്ഥാനത്തേക്ക് മാറുന്നെങ്കിൽ നീ ഭേദങ്ങളെ വിവേചിപ്പാറാകണം. നമ്മുടെ സ്വഭാവത്തിനകത്ത് വല്ലാത്ത ചേഞ്ചസ് വരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നുന്നു എങ്കിൽ ഞാൻ ഭേദങ്ങളെ വിവേചിപ്പാറാകണം. ഇതെന്താ സംഭവിക്കുന്ന വിവേചിച്ചില്ലെങ്കിൽ കാർമേഘം മൂടുന്നത് പോലെ നമ്മുടെ ഗിഫ്റ്റുകൾ മൂടപ്പെടും. പ്രൈസ് ദി ലോർഡ്.
കാർമേഘം മൂടുന്നത് പോലെ നമ്മൾ ദൈവത്തിന് പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവ നമ്മുടെ ഗിഫ്റ്റുകൾ മൂടപ്പെടും. നമ്മൾ നമ്മിലേക്ക് നോക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ എന്നിലേക്ക് നോക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ എന്നിലേക്ക് നോക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക്. എന്തിനാ ഈ ഗിഫ്റ്റുകളൊക്കെ കർത്താവ് എനിക്ക് തരുന്നത്? ഇയാൾ വലിയ ആളാന്ന് കാണിക്കാനാ? എന്റെ ഗിഫ്റ്റുകൾ മറ്റൊരു വ്യക്തിക്കും പ്രയോജനപ്പെടണം, എനിക്കും കർത്താവിന്റെ നാളിലേക്ക് എത്താൻ ഉതകണം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവം ഒരു പ്രവചനപരം തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രവചിച്ച് ദേ അവിടെ ഭയങ്കര വലിയ ഒരു പ്രവാചകി വാ തുറന്ന പ്രവചനമേ വരത്തുള്ളൂ. ഈ 10 അക്കം കുത്തി വിളിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കാനോ അല്ല പ്രവചനപരം. നിങ്ങളുടെ പ്രവചനപരം ഒരു വ്യക്തിയെ പണിയട്ടെ, സ്വർഗത്തിലുള്ള നിങ്ങളുടെ ഭവനവും പണിയട്ടെ. നിങ്ങളുടെ ഒരു വചനപ്രസംഗം മറ്റൊരു വ്യക്തിയെയും പണിയട്ടെ, പ്രസംഗിക്കുന്ന എന്നെയും പണിയട്ടെ, എന്റെ നിത്യതയ്ക്ക് അത് ഉതകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് മറ്റൊരു വ്യക്തിയെ പണിയാനും മറ്റൊരു വ്യക്തിയെ ശുശ്രൂഷിക്കാനും എനിക്ക് എന്റെ കർത്താവിന്റെ നാളിലേക്ക് വേണ്ടി ശുദ്ധമായിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു സിദ്ധനുണ്ട്, ആ തിരുവനന്തപുരത്തേക്ക് പോയാൽ മതി എന്ന് കേൾപ്പിക്കാനല്ല ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തിന്മകളുടെ ശക്തികളെ തിരിച്ചറിഞ്ഞെതിർത്തു തോൽപ്പിക്കാനും എന്റെ നിത്യതയ്ക്ക് കോട്ടം തട്ടാതെ വണ്ണം എനിക്ക് ചെന്നെത്താനും മറ്റുള്ളവരുടെ കോട്ടങ്ങളെ പരിഹരിച്ച് അവരെ നിത്യതയിൽ എത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. ആ ഗിഫ്റ്റ് അത്രേ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നിന്നിലേക്ക് അത് വന്ന് എത്താൻ തക്കവണ്ണം ഇത്രയും പോരാട്ടം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആക്യുറസിയിലേക്ക്, അതിന്റെ ഒരു ഹൈ എൻഡിലേക്ക് കയറാൻ സമ്മതിക്കാത്ത പോലെ ഇത്രയും പോരാട്ടം. ഇത് തിരിച്ചറിയുന്ന ഭക്തൻ ഇന്ന് അതിനെ ജയിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇത് തിരിച്ചറിയുന്ന ഭക്തൻ ഇന്ന് അതിനെ ജയിച്ചിരിക്കും. ഇന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് അതിനകത്ത്? ഇന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആമേൻ. ഈ ഗിഫ്റ്റുകൾ ദൈവം എനിക്ക് ആക്ടിവേറ്റ് ചെയ്ത് തരും. ഈ ഗിഫ്റ്റുകൾ ദൈവം എനിക്ക് ആക്ടിവേറ്റ് ചെയ്യും. നമ്പർ 1, എന്നെ കാണുന്ന, എനിക്ക് സാക്ഷി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് സാക്ഷി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ പ്രവൃത്തിക്ക് ദൈവം സാക്ഷ്യം പറഞ്ഞാൽ മതി. ഞാൻ നല്ലതാണോ ചീത്തയാണോ കർത്താവ് സാക്ഷ്യം പറഞ്ഞാൽ മതി. നമ്പർ 2, എന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിലാണ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? സകലത്തിലും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഫിസിക്കലി, എന്നെ മെന്റലി, എന്നെ ഫിനാൻഷ്യലി, എന്നെ മെറ്റീരിയലി, സ്പിരിച്വലി എല്ലാം എന്നെ വർദ്ധിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ സ്നേഹത്തിൽ മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും ഞാൻ വർദ്ധിക്കാനുള്ളവനാകുന്നു. ആ സ്നേഹത്തിൽ ഞാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ ഞാൻ തുടരുകയും കർത്താവിൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഒരു ദൂതൂടെ പറയാം, ആരും കൈവയ്ക്കാതെ നിന്റെ കൃപാവരം ജ്വലിക്കും. ആരും കൈവയ്ക്കാതെ നിന്റെ കൃപാവരം ജ്വലിക്കും. അങ്ങനെ ജ്വലിച്ചാൽ ഞാൻ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുന്നവനായിത്തീരും. അങ്ങനത്തെ ഒരു ജീവിതമാണ് ഞാൻ കാഴ്ചവെക്കുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ നാളിലേക്ക് ഞാൻ നിർമ്മലനും ഇടർച്ചയില്ലാത്തവരുമായി ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ക്രിസ്തു യേശുവിനാൽ നീതിബലം നിറഞ്ഞവനായി ഞാൻ മാറും. അങ്ങനെ ആയിത്തീരണമെന്നാണ് പൗലോസ് ഫിലിപ്പിയരെ കുറിച്ച് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഷാൽ ബ്രഹസിയാൽ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്നെ അങ്ങയുടെ സ്പിരിറ്റിൽ ഒന്ന് ഫിൽ ചെയ്യണമെന്ന്, നിറയ്ക്കണം. അങ്ങയുടെ ആത്മാവിൽ എന്നെ ഒന്ന് നിറയ്ക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമുക്ക് ദൈവത്തിന്റെ കൃപയോ വരങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ഞാനുള്ളതാ പറയുന്നത്. കാലം ഓരോ ദിവസവും വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ കൃപയും ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. കാരണം ജനത്തെ തെറ്റിച്ച് കളയുന്ന ഒരു കാലം ഇത്. ജനത്തെ തെറ്റിച്ച് കളയുന്ന ഒരു കാലം.
ജനത്തിന് സത്യവചനം വേണ്ട, ജനത്തിന് ദൈവത്തിന്റെ വചനം വേണ്ട, ജനത്തിന് മറ്റെന്തോ മതി. കാരണം ശത്രു അത്രയും സ്വാധീനിച്ചേക്കുക. നമ്മൾ ക്രിസ്തുവിന്റെ മഹത്വത്തിനായിട്ട്, പുകഴ്ചയ്ക്കായിട്ട്, നീതിബലം നിറഞ്ഞവരായി തീരാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇത് ഞങ്ങൾ കേട്ട ഈ വചനം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടപ്പ. എല്ലാ ഗിഫ്റ്റുകളും യേശുവിന്റെ നാമത്തിൽ ആക്ടിവേഷൻ ആകട്ടെ. ദൈവമേ, മങ്ങിക്കിടക്കുന്ന വരങ്ങൾ പോലും കർത്താവിന്റെ നാമത്തിൽ അത് ജ്വലിച്ചു വരട്ടെ, അത് ആക്ടിവേറ്റഡ് ആകട്ടെ. റീബൽ ഷെബോഷി ബൗട്ടിസിയ റലംതേരി ലേബർഥൂനി അംശരഖേമി. ദൈവത്തിന്റെ മഹത്വ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. കർത്താവിന്റെ നാളിന് വേണ്ടി ഞങ്ങൾ ഒരുക്കമുള്ളവരാകട്ടെ. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. ഈ 2 പ്ലാറ്റ്ഫോമുകളെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇതിനകത്ത് കർത്താവേ, രോഗം കൊണ്ടും മറ്റ് വേദനകൾ കൊണ്ടും നിരാശ കൊണ്ടും കടഭാരം കൊണ്ടും എല്ലാം അസ്വസ്ഥപ്പെടുന്ന ജനമുണ്ട്. അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഒരു ഫ്രീഡം അവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ ഡാഡി. ഞങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദയവായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിലൂടെ സ്വർഗം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും സ്നേഹവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസ്നേഹത്തിൽ മാത്രമേ ഏതൊരു ഗിഫ്റ്റും അത് പ്രവർത്തിക്കത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഞാൻ ഒരു അരമണിക്കൂറിലാണെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും സംസാരിച്ചത്. പക്ഷേ അത് വളരെ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. എനിവേ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്കും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് സെൻഡ് ചെയ്താട്ടെ. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്താട്ടെ. പറ്റുന്നവർക്കെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരവുമുള്ള ഞങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ആരെങ്കിലും ആദ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൂട്യൂബിലും സൂമിലുമായിട്ട് ജനം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. ഗോഡ് ബ്ലസ് യു.